ഹായ് ഗായ്സ്, നമ്മളുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ നേരെ പഴനിക്ക് പോകണേട്ടോ, അമ്പലത്തിലോട്ട് കയറാൻ പോകണേ. ആകെ ഇവിടെ നടക്കാനുള്ള മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു അങ്കിള് പറയുന്നത്. അതാണ് നമ്മൾ പഴനി. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പേര് ഞാൻ നോക്കിയിട്ടെന്ന് പറയാം, എനിക്കങ്ങനെ ഓർമ്മയില്ല. നമ്മൾ ആ കാണുന്ന സ്ഥലത്തു നിന്ന് ഇവിടം വരെ നടന്നു പോവുകയാണ്. ഞാൻ ബാഗൊക്കെ പിടിച്ച് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വല്ല വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരണയാണെങ്കിലോ സമയമെടുക്കുമല്ലോ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യത്തിന് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് നമുക്ക് വേഗം പോകണം. ഞാനാണ് ഏറ്റവും ബാക്കിൽ നടക്കണേ, വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ നമ്മൾ എന്തായാലും പെട്ടെന്ന് ഡെസ്റ്റിനേഷന് പോവാം. അയ്യോ, എല്ലാവരും ബാക്കിലാണ്, കുറേ ഫ്രണ്ടിലായി പോയി. ഞാൻ എന്നാൽ വീട്ടിയിട്ട് കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് എത്തും. അങ്ങള് വന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ എന്നാണ്. നമുക്ക് നോക്കാം. അത് നമ്മളെ ഡെസ്റ്റിനേഷൻ ഇതാ കിടക്കണം. ഇവിടെ ഒടുക്കത്തെ ചൂടാട്ടോ, മനസ്സിൽ സഹിക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ കരിഞ്ഞിരിക്കും. അല്ലാണ്ട് ഞാൻ കരിഞ്ഞായിരിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടെ കരിയിപ്പിച്ചെടുക്കുന്ന എനിക്ക് തോന്നണത്. ടിഷ്യൂ പേപ്പർ കളയാനും മറന്നുപോയല്ല. ഹീറോ സ്റ്റേജിൽ കൈ തുറക്കാൻ വേണ്ടി എടുത്ത ടിഷ്യൂ പേപ്പറാണ് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. മറന്നുപോയെന്ന് എടുത്തു മാറ്റാൻ. ഇതുകൊണ്ടോ ഷോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ദൈവമേ, ഇങ്ങനത്തെ അടിപൊളി പാട്ടോ. ഞാനിത് ഡാൻസ് കളിക്കുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. ഓ, അത് കാർ പാർക്കിങ്ങിൻ്റെ ഒക്കെ സ്ഥലം കേട്ടോ. ഈ വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, വണ്ടികളിലൊന്നും കയറ്റില്ല, നടന്നു പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നും വരണത്. ചുറ്റും കടകളാണ്, ഇപ്പം തുറന്നിട്ടില്ലെന്നേ ഉള്ളൂ. കഴിക്കാനുള്ളതാ ഫുള്ള്. പക്ഷെ നമ്മൾ കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് അതങ്ങനെ ശരിയാവുക. 4 വീലേഴ്സ് പറ്റില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആട്ടെ. വിജയിച്ച കുറേ ഫോട്ടോ ഫ്രെയിംസൊക്കെ വന്നു. ഇവിടെ കുറേ കടയുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കടയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സമയത്തല്ല തുറക്കണത്, രാത്രി ആയിരിക്കും തുറക്കണം. അപ്പം നമുക്ക് രാത്രിത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പൂവൊക്കെ വെക്കൂട്ടോ. പക്ഷെ ഞാനും പൂ മേടിക്കാൻ പോയാണ്. ഞാൻ മേടിച്ചു. നമ്മൾ പോണേ ഫുള്ള് കടയാട്ടോ, ഫുള്ള് കടയാണ് ഈ വഴി. ഞാനിത് ചെറുപ്പത്തിൽ പേരൊക്കെയല്ലേ ഇത്, കുറേ ഉണ്ട്. സ്റ്റേഷൻ ഇതുവരെ എത്തിയിട്ടില്ല, നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും. ഇത് ഫുള്ളിങ്ങനെ ബ്ലോക്കാണ്. പിന്നെ ആ കാർ എങ്ങനെ വന്നിടേ, ഇതാ പിക്കപ്പ് പോയിന്റ്, ബാറ്ററി കാർ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. വൈകിട്ട് മിനിറ്റ് ഡെപ്പോസിറ്റിംഗ് സെൻറ്ററും പിന്നെ ഫുഡ് വെയർ കൊടുക്കേണ്ട സ്ഥലവും. പിന്നെ ഇതാണ് ബാക്ക് എൻട്രൻസ്. പിന്നെ ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കും, പക്ഷെ ഇപ്പം അത്രയും തിരക്കൊന്നുമില്ല. പിന്നെ ഇത് ബസ്സാണ്. ബസ്സായിട്ട് പറയാം. ഇങ്ങനെ ആൾക്കാർക്ക് പോകാനും വരാനും വേണ്ടിയുള്ളൂ. ഓട്ടോറിക്ഷ പോരെ, പക്ഷെ ഓട്ടോറിക്ഷയിൽ അധികം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റണം. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ മറന്നു, 5 രൂപയാണ്. ഫുഡ് വെയറിന് എത്രയാണെന്ന് അറിയില്ല, കാണിച്ചിട്ടില്ല. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ വഴിയുണ്ട് പോകാനുള്ള. അത് മാത്രമല്ല, അവിടെ നമ്മൾക്ക് റോപ്പ് വേയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും ദർശനം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ബൈ. വീഡിയോ എടുക്കണം നിർത്തിയപ്പോൾ തന്നെ അതേണ്ടേ ആൾക്കാർ പോണ കണ്ട. ഇതിനെ എനിക്ക് കാണാൻ രസം തോന്നി. ഇതൊക്കെ കുഞ്ഞുങ്ങളാണ് തോന്നുന്നു, അത്രയും വളർന്നിട്ടില്ല. ഇനിയെങ്കിലും ഞാൻ ദർശനം കഴിക്കാൻ പോട്ടെ. ഓക്കെ, അങ്ങനെ ദർശനവും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോകണം. ഇന്ന് മല ഒന്നും കയറിയില്ല, എന്ന് വെച്ചാൽ അത്യാവശ്യം ഭയങ്കര വെയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നാളെ കയറാം. ഇന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവും ഒടുക്കത്തെ വെയിൽ. എൻ്റെ കൈയും കല്ലെല്ലാം കഴിയുന്നു. അങ്ങനെ നമ്മൾ
ഹോട്ടലിലോട്ട് പോവാം. വീണ്ടും നടന്നുകൊണ്ടിരിക്കുക തിരിച്ച്. നമ്മൾ നാളെയും കൂടെ ഉണ്ട് ഇവിടെ തന്നെ. നാളെ രാത്രി നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറും. അപ്പം ഡേ 2 ഉണ്ട്. ഇപ്പം ഡേ 1 ആണല്ലോ. ഒടുക്കത്തെ ചൂടാ, സഹിക്കാൻ പറ്റുന്ന ആൾക്കാർ എങ്ങനെ കയറണാവോ? ഞങ്ങൾക്കൊക്കെ മതിയായി. ഞങ്ങൾ നാളെ കയറുന്നു. കുറേ ഇങ്ങനെ റൂട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എങ്ങോട്ടാവും? നമ്മൾ നേരത്തെ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് വലുതാവുന്ന തോന്നണം. ഞാൻ വെറുതെ നടക്കണ വീഡിയോ എടുക്കണമുണ്ട്. എന്തായാലും നമ്മളെപ്പോഴും ഷോർട്ട് വീഡിയോ അല്ലേ എടുക്കുന്നത്. ഈ പ്രാവശ്യം ലോങ് ആവട്ടെ. നമ്മളെ ഫസ്റ്റ് വീഡിയോ 2-3 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇതെത്ര മിനിറ്റ് ആവുമെന്ന് അറിയില്ല. ഇതാ നേരത്തെ നമ്മൾ കണ്ടുവരെ പേരക്ക സാധനം. എല്ലാം കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഇറങ്ങിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 11 മണിയായി. ഇപ്പോൾ നമ്മളെപ്പോഴായിരുന്നു ഇറങ്ങിയേ? എപ്പോഴും ഇറങ്ങി. ചതുർത്ഥി സ്പെഷ്യലാണ്. വിനായകനെ ഒരുക്കുക കണ്ട. ഞാൻ എടുക്കുന്നുണ്ട് അച്ഛാ. വിനായക ചതുർത്ഥി സ്പെഷ്യലാണ്. വിനായകനെ ഒരുക്കണേ. ഇന്ന് വിനായക ചതുർത്ഥിയൊക്കെ ആയതുകൊണ്ടാണല്ലോ ഇന്ന് ഹോളിഡേ. അതുകൊണ്ടാണ് ഞങ്ങൾ 2 ദിവസം ലീവ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് തന്നെ. ഇതേ കിടക്കണു. അതാണ് നമ്മളുടെ ഹോട്ടൽ എന്നാണ്. അതോ ഏതോ അതേണ്ടേ ആ സ്റ്റാർ പോലെ കാണുന്ന സിമ്പിളില്ലേ, അതാണ് നമ്മളുടെ ഹോട്ടൽ. അവിടെ വരെ നമ്മൾ നടന്ന് പോവുകയാണ്. അല്ലാണ്ട് വണ്ടി അങ്ങനെ കയറ്റാൻ പറ്റില്ല എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കണത്. പക്ഷെ ആൾക്കാർ കയറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു വീട്ടിലൊക്കെ രംഗോലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് രംഗോലിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതൊക്കെ ഒരു കഴിവ് തന്നെ. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് നടന്ന് ദേ പോകുന്നു അവിടേക്ക്. സത്യം പറയാമല്ലോ, എൻ്റെ ഉള്ളിലുള്ള വെള്ളം എല്ലാം പോയി. എല്ലാം ചൂടത്ത് റോസ്റ്റായിപ്പോയി. എൻ്റെ പൊന്നോ, നമ്മൾ നടന്ന് ഇതുവരെ എത്തുന്നില്ല. അതുകൊണ്ട് ഇതാണ് നമ്മളുടെ സ്ഥലം. നോക്ക്, ആ സ്റ്റാർ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അങ്ങോട്ട് എൻട്രൻസ് ഒന്നുമില്ല. എന്നിട്ട് ആൾക്കാരിങ്ങനെ വണ്ടി എടുക്കണേ, പറത്തിക്കൊണ്ട് പോകും. ഇത് നേരത്തെ നമ്മൾ വീട്ടിൽ നിന്നുമ്പോൾ ഒരു വണ്ടി ഒന്നുമില്ലേ, അത് പറത്തിക്കൊണ്ട് പോകുമോ? നമ്മളപ്പോൾ സൈഡിൽ കൂടെയാണ് പോണത്. നേരത്തെ ഓർമ്മയുണ്ടായിരുന്നു നമ്മൾ അവിടെ കൂടെ വട്ടത്തിലാവുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ കൂടെ വരുന്നത്. ഇതാ കിടക്കണം നക്ഷത്ര. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. ഞാൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത് ഈ ക്യാമറ മറിച്ച് പിടിച്ചെടുത്തോണ്ടിരുന്ന് ഇനി തിരിക്കേണ്ടി വരും. ഇതൊക്കെ ഭയങ്കര ക്ലോസാണ്. നമ്മളെ ബിൽഡിങ് ഇതാ കിടക്കണു, അത് ദേ കിടക്കണു. ഭയങ്കര ക്ലോസാണ്. നടക്കാനുള്ള ദൂരേ ഉള്ളൂ എന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷെ നടക്കാൻ കുറേ ഉണ്ട്. നമ്മളിവിടെ എത്തിയിട്ടോ. എൻ്റെ പൊന്നോ, അവളിതേ വന്നു. തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അനിയനാണെങ്കിലേ ഇപ്പം കുതിരേൻ്റെ വണ്ടിയിൽ കയറണം. മീൻസ് കാളവണ്ടി വരെ കുതിരവണ്ടി അങ്ങനത്തെ വണ്ടിയിൽ കയറണം. പക്ഷേ ഈ ഉച്ചക്ക് മനുഷ്യൻ തൊഴാണ്ട് കുറച്ച് എടുത്തിട്ട് വരണത് തന്നെ വന്നേക്കണ തന്നെ ഇത്രയും വെയിൽ തരണം. അപ്പം അവൻ അതിൽ കുതിരവണ്ടി ചെയ്യണം. ആ വെയിലത്ത് അവൻ ചിക്കൻ തന്തൂരി എന്തെങ്കിലും ആയിപ്പോവും. അല്ല പിന്നെ ഇതെന്താ എല്ലാവരും റെസ്റ്റൊക്കെ എടുത്തിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പപ്പടവും ചോറും നേരെ സാമ്പാർ ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇത്തിരി പപ്പടം മതി, എനിക്ക് അത്ര പപ്പടം ഇഷ്ടമല്ല. ബിരിയാണി റൈസ് ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടൊരു ഇതുണ്ട്. കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾക്ക് ബിരിയാണി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും സദ്യ
കാത്തിരുന്ന് ആൾക്ക് മഷ്റൂം ബിരിയാണി കിട്ടി. പനീർ ബിരിയാണി പറഞ്ഞിട്ട് മഷ്റൂം ബിരിയാണി കിട്ടിയിരിക്കുന്നു. മഷ്റൂം ബിരിയാണി ബ്യൂട്ടിഫുൾ. എനിക്ക് ചോറ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ കയ്യിൽ ബിരിയാണി എടുത്തു. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് മഷ്റൂം ബിരിയാണിക്ക്. നമുക്ക് കഴിച്ച് വീണ്ടും എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പറായി. ഇതാണ് വണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വണ്ടി കയറി കുറേ അമ്പലത്തിലൊക്കെ നമ്മൾ പോകാൻ പോകാനായിട്ട്. ഇനി ഇവിടെ കുറേ അമ്പലമുണ്ടല്ലോ. ഇപ്പം നമ്മൾ പെരുമാൾ ലക്ഷ്മി നാരായണ പെരുമാൾ ടെമ്പിളിലോട്ടാണ് നമ്മൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇനി തൊഴുത് നമുക്ക് കാണാം. ഒടുക്കത്തെ കാറ്റാണ്. നമ്മൾ അടുത്ത അമ്പലത്തിലെത്തിയിട്ടുണ്ട്. മോനെ ഒടുക്കത്തെ കാറ്റാട്ടോ. ഈ വെയിലത്തും കാറ്റത്തും ഒക്കെ കൂടെ ഞങ്ങൾ തൊഴുതിട്ട് വരട്ടെ. ടെമ്പിൾ അടിപൊളി ടെമ്പിൾ ആട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ആർക്കിടെക്ചർ തന്നെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉള്ളിലൊക്കെ എടുക്കായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു ഉള്ളൊന്നും എടുക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ പുറത്തുനിന്ന് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ ഗീ റോസ്റ്റും കഴിച്ചിട്ട് വന്ന് ഇപ്പം കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുക. ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഉള്ളിൽ കൂടെ സ്പ്രേ പോകുന്നുണ്ട്, ബാക്കിൽ കൂടെ സ്പ്രേ ഒക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ പോയപ്പോൾ മേടിച്ചതാണ്. പിന്നെ ഒരു പ്രാവശ്യം അമ്പലത്തിൽ കയറി തുഴയും കൂടെ ചെയ്തു. വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ ഇതിവിടെ വെച്ചിട്ടല്ലേ പോയേ. എങ്ങനെയുണ്ട് സംഭവം? ബാക്കിൽ കൂടെ സ്പ്രേ വരുന്നുണ്ട്. അത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഒന്ന് നിർത്തടാ. ഇതൊക്കെ ഒന്നും ചെയ്ത് കണ്ട സ്പ്രേ ഒക്കെ വരുന്നുണ്ട് ബാക്കിൽ കൂടെ. പൊളി സാധനമാണ് എന്തായാലും. നമ്മളപ്പോൾ ഇതിൽ കൂടെയൊക്കെ നടക്കാൻ വെറുതെ ഒരു നൈറ്റ് വാക്ക് ആവട്ടെ. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനും കൂടെ പോകണ്ടു. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ എടുക്കാം. നേരത്തെ അമ്പലത്തിലും കൂടെ പോകാനുള്ളത് കൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാണ്ടിരുന്നത്. എന്തായാലും അയ്യോ, ഇവിടെ താണ്ട ഇവിടെയൊക്കെ ഓടിച്ച് നടക്കുന്നു. അടിപൊളി സംഭവം കേട്ടോ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ മേടിച്ചായിരുന്നു. ഇനിയും കടയിൽ പോകണം എനിക്കെന്തെങ്കിലും മേടിക്കാൻ. ഇതാണ് നമ്മളുടെ പഴനി. ഇതാണ് നമ്മളുടെ റൂം നമ്പർ 2. നമ്മൾ ഹോട്ടലിൽ നിന്ന് നേരെ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെറുതെ നടക്കുകയാണ്. അപ്പം നമ്മളുടെ ഗണേശ ചതുർത്ഥീൻ്റെ ഇത് എന്തോ ഡാൻസ് ഒക്കെ കണ്ട സ്ഥലമാണിത്. അപ്പം നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കണേണ്. എത്തുമ്പോഴേക്ക് ഞാൻ കാണിക്കാതെ വരെ അടച്ചിട്ടേക്കുക, രാത്രിക്കും അടച്ചിട്ടേക്കുക. പിന്നെ എന്തിനാ ഇത് വെച്ചേക്കണേ? ഇപ്പുറത്തെ സൈഡായാലും അടച്ചിട്ടേക്കുക, ഫുൾ അടച്ചിട്ടേക്കുക. ഇത് നേരത്തെ ഇന്ന് രാവിലെ നന്നിട്ടുണ്ടായിരുന്നതും എല്ലാം അടച്ചിട്ടേക്കുക. അച്ഛനൊക്കെ പറയണേ ഇത് ബാക്ക് വശമായതുകൊണ്ടാണ് ഒന്നുമില്ലാത്ത. ഫ്രണ്ട് വശത്ത് കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇരുട്ട് പോയി, കടയെല്ലാം അടച്ചിട്ടേക്ക്. എൻ്റെ ദൈവമേ, നമ്മളെൻ്റെ വണ്ടി കയറാൻ പോണു. എൻ്റെ ദൈവമേ, തണുപ്പ് കാറ്റടിച്ചിട്ട് വേണ്ട വീണ്ടും ഇനി തുമ്മലേ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ. ഇത് ഫ്രീ ആട്ടോ, ഈ വണ്ടി ഫ്രീ ആണ്. കണ്ടോ കുറേ വണ്ടി, കുറേ സൈഡ് ടെമ്പിൾസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ബസ് ഫ്രീ ആണ്, നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. കാറാണോ? അപ്പോൾ കാറെങ്കിൽ കാർ ഫ്രീ ആണ്, നമുക്ക് ഇങ്ങനെ പോവാം. കുറേ പേർക്ക് ഇരിക്കാം. പക്ഷേ ആകെ നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ വണ്ടിയിൽ. ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റാണോ? ആ ലേഡീസ്. അതെ. അമ്മച്ചി നമ്മളുടെ വണ്ടിയിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ സായി ഇവനെന്തോ ചോദിക്കണം. ചേച്ചി അതല്ലേ ഈ ഇംഗ്ലീഷത്തെ ഈ കഴിഞ്ഞിട്ട് എന്താ? ഈ കഴിഞ്ഞിട്ട് അഫു പിന്നെന്ത് അല്ലേ? എന്റെ ദൈവമേ, കഷ്ടം തന്നെ. ഞാൻ വേറെ നിന്നെടുത്തേക്കാം. ഏത് രാജ്യമാണ് അമ്മയോട് ഇരിക്കാൻ പറഞ്ഞത്?
നിന്റെ അടുത്ത് ഞാൻ ഒരു ദിവസം ചോദിച്ചതല്ലായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഓർമ്മയില്ല. ഇതേ ക്വസ്റ്റ്യൻ ഒരു ദിവസം ചോദിച്ചതാ. അമേരിക്ക. ആ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ്? അമേരിക്ക. അമ്മ ഇരിക്കേ, അതാണ് അമേരിക്ക. ബാക്കിൽ പറഞ്ഞാൽ നമ്മൾ അമ്പലം ചുറ്റണേണ്. മീൻസ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരെ പോകുമ്പോൾ എന്തായാലും ചുറ്റണം. നമുക്കെല്ലാം കണ്ട് പോവാം. സ്ലോ ആണ്. ഓരോ ഇങ്ങനെ സ്റ്റോപ്പിൽ നിർത്തും എല്ലാവരുന്നെ പിക്ക് ചെയ്തിട്ട്. പിന്നെ ഇങ്ങനെ ഓടാൻ തുടങ്ങും. ഇവിടെ എന്താ സംഭവം? ഇങ്ങനത്തെ അതേപോലത്തെ സാധനത്തിലായിട്ടാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. അങ്ങനെ എത്തിയിരിക്കുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ട്. മുകളിലത്തെ ആർട്ട് കണ്ട അടിപൊളിയായിട്ടില്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയി വരച്ചാന്ന് തോന്നുന്നു. അമ്പലത്തിൻ്റെ ഇവിടെ കുറേ സ്റ്റോറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് പോകണം. എന്നുവെച്ചാൽ നമ്മൾ ഒരു സ്ഥലം വരെ പോകണമെങ്കിൽ ഫ്രണ്ട്സിനായാലും നമുക്കായാലൊക്കെ എന്തെങ്കിലും കാണാം. കോവിലിൻ്റെ ഫ്രണ്ട് നമ്മളെന്തൊക്കെ മേടിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ പോയാ ഇടയിൽ കൂടെ ഒക്കെ പോകാൻ പറ്റുമോ? ഇതാണ് ഫ്രണ്ട് ലുക്ക്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇതുവഴി ഇങ്ങോട്ട് പോകും. ഇതിൻ്റെ ഇടയിൽ കൂടെ ഭക്ഷണം കൊടുക്കുന്നത് ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ഗണേശ് ചതുർത്ഥി ആയതുകൊണ്ട് ഉള്ളിൽ കൂടെ അനുസരിച്ച് പോകാൻ പറ്റുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ, ഭയങ്കര വലുത്. എന്നാലും ഇനി തിരിച്ചു പോകണം ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ. പഴനീന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇതാണ് മെയിൻ വ്യൂ. പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും കിട്ടിയില്ല. എനിക്കൊന്നും കിട്ടിയില്ല. സായിക്ക് നേരത്തെ കാറ് മേടിച്ചായിരുന്നല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. തിരിച്ച് ഇനി എന്തായാലും ഹോട്ടലിൽ എത്തുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ വീണ്ടും ബാക്ക് ടു ഹോട്ടൽ. ഫസ്റ്റ് നമ്മൾ ഞം ചെയ്യും. അതെൻ്റെ സ്ലിപ്പ്. പക്ഷെ അതിന് മുന്നേ എന്തൊക്കെ മേടിച്ചതെന്ന് വേണമെങ്കിൽ കാണിക്കാൻ. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ക്ലിപ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഞം ചെയ്തിട്ട് വരാം. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും.